നമസ്കാരം. ആറാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് വേർബുകളെ കുറിച്ചിട്ടാണ്. വേർബ്സിനെ കുറിച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ വേർബുകളെ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് വിഭജിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് വേർബുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. വേർബ്സിനെ റെഗുലർ വേർബ്സായിട്ടും ഇറഗുലർ വേർബ്സായിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് തരത്തിൽ. സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വേർബ്, അതായത് റൂട്ട് ഫോം ഓഫ് ദ വേർബ്, അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് റെഗുലർ വേർബ്സ്. അതായത് സാധാരണ രീതിയിലുള്ള സിമ്പിൾ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ്, ആ സിമ്പിൾ ഫോം, വേർബിൻ്റെ സിമ്പിൾ ഫോമിനെ നമ്മൾ അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, റെഗുലർ വേർബ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക? അതായത് റൂട്ട് ഫോം ഓഫ് ദ വേർബിനെ, അതായത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ബേസ് ഫോം ഓഫ് ദ വേർബിനെ നമ്മൾ ED അല്ലെങ്കിൽ D ചേർത്തിട്ടാണ് പാസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത്. പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പറയാം, V2 ഫോമാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ V1, V2, V3 ഫോംസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ V2 ഫോമിലേക്ക് ആക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി V2 കഴിഞ്ഞ് V3 ഫോമാണ്. V3 ഫോമും ബേസ് വേർബിൽ, അതായത് റൂട്ട് ഫോം ഓഫ് ദ വേർബിൽ ED അല്ലെങ്കിൽ D ചേർത്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് റെഗുലർ വേർബ്സ് നമുക്ക് കിട്ടുന്നത്. അതായത് വെർബുകളിലെ റെഗുലർ വേർബ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി ചില വേർബ്സ് അവസാനിക്കുന്നത് Y എന്ന അക്ഷരത്തിലായിരിക്കും. അപ്പോൾ അവിടെ ED എന്നതിന് പകരം നമ്മൾ IED എന്ന് ചേർക്കും. Y മാറ്റിയിട്ട് അവിടെ IED എന്ന് ചേർക്കും. ഓക്കെ. EDയുടെ തൊട്ട് മുന്നിൽ നമ്മൾ I ചേർക്കും. അപ്പോൾ IED എന്ന് വരും. ഉദാഹരണത്തിന് CRY ക്രൈ ആണെങ്കിൽ Y എന്നുള്ളത് മാറ്റിയിട്ട് IED വെക്കുമ്പോൾ അവിടെ ക്രൈഡ് എന്ന് കിട്ടും. ഇതിനെ റെഗുലർ വേർബിൽ പെടുത്തും. അപ്പോൾ ക്രൈ എന്ന ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ Y എടുത്ത് മാറ്റി അവിടെ IED ചേർത്താൽ അതായിരിക്കും അതിൻ്റെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ട്രൈ, ട്രൈഡ്, ട്രൈഡ്. ക്യാരി, ക്യാരീഡ്, ക്യാരീഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. റെഗുലർ വേർബ്സ് ഫോം their past and past participle forms by adding ED. For example, we watched a movie last night. We watched a movie last night. എന്ന ഈ വാചകത്തിൽ റെഗുലർ വേർബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ED ചേർത്തിട്ടുള്ള വാക്കാണെന്ന്. വേർബ് വാച്ചാണ്. ഓക്കെ. അത് ബേസ് ഫോം ഓഫ് ദ വേർബ് വാച്ച് എന്നാണ്. ഈ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ നമ്മൾ ED ചേർത്ത് അതിനെ പാസ്റ്റ് ഫോമിലേക്ക് ആക്കിയിരിക്കുന്നു. സോ വാച്ച്ഡ് എന്നത് റെഗുലർ വേർബാണ്. ഓക്കെ. പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറി. അപ്പോൾ ആ പാസ്റ്റ് ഫോമിനെ നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പോൾ റെഗുലർ വേർബ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒരു ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ ED അല്ലെങ്കിൽ D അല്ലെങ്കിൽ IED എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? റെഗുലർ വേർബ് എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ഇറഗുലർ വേർബ് എന്തായിരിക്കും? ഇങ്ങനെയൊന്നും ഇല്ലാത്തതായിരിക്കും അല്ല, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനെ നമുക്കൊരു എക്സാമ്പിളിലൂടെ, വളരെ സിമ്പിളായ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നോക്കൂ, നമ്മൾ ഒരു ക്ലാസ്സിലിരിക്കുകയാണ്. ക്ലാസ്സിൽ വരുമ്പോൾ യൂണിഫോംസ് ഒക്കെ ഇട്ടിട്ട് വരണം എന്ന് നിർബന്ധമുള്ള സ്കൂളാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും യൂണിഫോം ധരിച്ചിട്ട് വരണം എന്ന് പറയുന്നവരാണെങ്കിൽ ആ സ്കൂളിലേക്ക് 99% കുട്ടികളും യൂണിഫോം ധരിച്ചിട്ട് വരും. അപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരികയും യൂണിഫോം ഇടുകയും നോട്ട്ബുക്സ് എല്ലാം കൊണ്ടുവരികയും ഹോംവർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് റെഗുലർ വേർബ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താം. കാരണം എല്ലാ കാര്യങ്ങളും അവർ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇതൊന്നും അനുസരിക്കാത്ത കുട്ടികളെ ഇറഗുലർ വേർബ്സ് എന്ന് പറയാം. ഇതൊന്നും അനുസരിക്കാത്ത, അതായത് നിയമങ്ങളൊന്നും അനുസരിക്കാത്തവരെ നമുക്ക് ഇറഗുലർ വേർബ്സിൽ പെടുത്താം. ഓക്കെ. എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇറഗുലർ വേർബ്സ് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും അനുസരിക്കുന്നില്ല. അതിന് പ്രത്യേക റൂളുകളില്ല. നോക്കാം നമുക്ക് ഒരു ഉദാഹരണം. ഈറ്റ് എന്ന വേർബ്, ഈ വേർബിൻ്റെ
പാസ്റ്റ് ഫോം എന്താണ്? എയ്റ്റ് എന്നാണ്. നമ്മൾ ഇ ഡി ചേർക്കല്ല ചെയ്യണേ. ഈറ്റിന് എയ്റ്റ് ആണ് പാസ്റ്റ് ഫോം, അത് ATE. അതിൻ്റെ V3 ഫോം ഈറ്റൺ ആണ്, EATEN. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് നിയമമില്ല. ഇതിങ്ങനെ പഠിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഈ റൂൾസ് ഒന്നും അനുസരിക്കാത്ത വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവർ. അപ്പോൾ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഓക്കെ, ഇത് ED ചേർത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണതല്ല. അതുപോലെ തന്നെ വേറെ ഉണ്ട് റൈസ്, റോസ്, റൈസൺ, കം, കേം, കം. ഇതൊക്കെ അങ്ങനെയുള്ള വാക്കുകളാണ്. ഇവയൊന്നും യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും അനുസരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വേർബുകളെ നമ്മൾ ഏതിൽ പെടുത്തുന്നു? ഇറഗുലർ വേർബ്സിൽ പെടുത്തുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പറയാണ്, ഗ്രാൻഡ്മ ate the pizza slowly. എന്താ പറഞ്ഞേ? ഗ്രാൻഡ്മ ate the pizza slowly. ഈ വാചകത്തിലെ ഇറഗുലർ വേർബ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? വേർബ് ആദ്യം കണ്ടുപിടിക്കുക. വേർബ് ഏതാ? എയ്റ്റ് ആണ്, ATE, 8. അപ്പോൾ അതിൽ ED ഒന്നുമില്ല അല്ലേ? V2 ഫോം വന്നിരിക്കുന്നത് 8 എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇറഗുലർ വേർബാണ്. വേർബിൻ്റെ തന്നെ ഡിവിഷനായ ഇറഗുലർ വേർബിലാണ് ഇത് പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് വി സ്ലെപ്റ്റ് ഓൺ ദ ബെഡ്. വി സ്ലെപ്റ്റ് ഓൺ ദ ബെഡ്. അപ്പോൾ ഇവിടുത്തെ വേർബ് സ്ലെപ്റ്റ് എന്നുള്ളതാണ്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ED ചേർത്തിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇറഗുലർ വേർബിൽ പെടുന്നതാണ്. സ്ലെപ്റ്റ്, വി സ്ലെപ്റ്റ് ഓൺ ദ ബെഡ് എന്നുള്ളത് സ്ലെപ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ വേർബ്. ED ചേർത്തിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ഈസ് എൻ ഇറഗുലർ വേർബ്. ദിസ് ഈസ് എൻ ഇറഗുലർ വേർബ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം irregular verbs do not follow the normal patterns for tense and past participle. എന്താ പറഞ്ഞേ? ഇറഗുലർ വേർബ്സ് ഡു നോട്ട് ഫോളോ, ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്ത്? ദ നോർമൽ പാറ്റേൺസ് ഫോർ ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ്. ടെൻസിൻ്റെ കാര്യത്തിലായാലും പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ കാര്യത്തിലായാലും ഒരു നോർമൽ പാറ്റേൺസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും ഇറഗുലർ വേർബ്സ് ഇതൊന്നും ഫോളോ ചെയ്യില്ല. അപ്പം നമുക്കിനി റെഗുലർ വേർബ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ തരുന്നത് അതിൻ്റെ ബേസ് ഫോം ഓഫ് ദ വേർബ്, അതായത് റൂട്ട് ഫോം ഓഫ് ദ വേർബാണ്. അതിനെ നമ്മൾ ED ചേർത്തിട്ട് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ആക്കി മാറ്റുന്നു. അതും അറിയാത്തവർക്ക് V2 V3 എന്ന് പറയുന്നു. ഓക്കെ, V1 V2 V3 നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളല്ല ഞാൻ തരുന്നത്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വാക്കുകളാണ് തരുന്നത്. ശ്രദ്ധിക്കാം. ഫ്ലറിഷ്, ഫ്ലറിഷ്ഡ്, ഫ്ലറിഷ്ഡ്. ED ചേർത്തിരിക്കണം പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലും. ഓക്കെ, അപ്പോൾ ഇത് റെഗുലർ വേർബ് ആകുന്നു. ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. എക്സോസ്റ്റ്, exhausted, exhausted. Manage, managed, managed. Flutter, fluttered, fluttered. Need, needed, needed. Rinse, rinsed, rinsed. Knock, knocked, knocked. Grace, graced, graced. Gulp, gulped, gulped. Delegate, delegated, delegated. Unfasten, unfastened, unfastened. Embellish, embellished, embellished. Obey, obeyed, obeyed. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ, അതായത് റൂട്ട് ഫോം ഓഫ് ദ വേർബ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക, ED ചേർത്ത് അത് റെഗുലർ ഫോമിലേക്ക് ആക്കുക. ഓക്കെ, V2 V3 ഫോംസ് സെയിം തന്നെയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇറഗുലർ വേർബ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം.
ബേസ് ഫോം, പാസ്റ്റ് ഫോം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V1, V2, V3. കം, came, come. Become, became, become. Blow, blew, blown. Cling, clung, clung. Fall, fell, fallen. Eat, ate, eaten. Arise, arose, arisen. Drink, drank, drunken. Ring, rang, rung. Deal, dealt, dealt. Undertake, undertook, undertaken. Throw, threw, thrown. Hide, hid, hidden. Bite, bit, bitten. Beget, begot, begotten. Catch, caught, caught. Teach, taught, taught. Feed, fed, fed. Feel, felt, felt. അപ്പോൾ ഇതുപോലെയുള്ള വേർബുകൾ കണ്ടാൽ അത് ഇറഗുലർ വേർബ്സിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. എല്ലാവരും ഇത് മനസ്സിലാക്കുക നന്നായിട്ട്. അടുത്ത വീഡിയോയിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.